തന്നെയും പ്രഗ്നൻ്റ് ആക്കാനാണ് അവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് ട്രീസയ്ക്ക് മനസ്സിലായി. ഇനിയെന്തെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് ആരോ വന്നു അവളെ അടച്ചിട്ടിരുന്ന വാതിൽ തുറന്നത്. അത് അലക്സി ആയിരുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതായിരുന്നു അവൻ. അവർ രണ്ടുപേരും അവിടെ നിന്നിറങ്ങി ആരും കാണാതെ ഓടി. ദൂരെ ട്രക്കുകൾ നിർത്തിയിടത്തെത്തി അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്നും വീണ്ടും ഓടിത്തുടങ്ങി. അലക്സി നന്നേ അവശനായിരുന്നു. അവർ രക്ഷപ്പെട്ടതറിഞ്ഞു അവിടെ മണിമുഴങ്ങി തുടങ്ങിയിരുന്നു. എങ്ങോട്ടെന്നില്ലാതെ ഓടുന്നതിനിടെ അലക്സി അവർ വെച്ചിരുന്ന ഒരു കെണിയിൽ അകപ്പെട്ടു. കാൽ മുറിഞ്ഞു തുടങ്ങി. മുഖം മൂടിക്കാർ തൊട്ടടുത്തെത്തി. വേറെ വഴിയില്ലാതെ ട്രീസയ്ക്ക് അവനെ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അലക്സിയെ അവർ കൊന്നുകളഞ്ഞു. അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ട്രീസ ഫാമിലേക്ക് തിരിച്ചു കയറി അവിടെയുള്ള ഒരു കൂട്ടിൽ വന്ന് കിടന്നു. അവർ അപ്പോഴും അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടിൽ കിടക്കുന്ന മറ്റൊരാൾ അവളെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. മുഖം മൂടിക്കാർ ഒന്ന് മാറിയപ്പോൾ ട്രീസ ആ കുടിനരികിലേക്ക് ചെന്നു. ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള എന്തേലും വഴി അറിയാമെങ്കിൽ പറയൂ എന്നവൾ അയാളോട് കെഞ്ചി. ഇവിടെ നിന്നും മാംസം കൊണ്ടുപോകുന്ന ബസ് കിട്ടിയാൽ രക്ഷപ്പെടാമെന്നും അതിൻ്റെ കീ ഓഫീസ് ജനാലയിലൂടെ